വോട്ടും കട്ടനിൽ ചൂടുള്ള ചർച്ചയ്ക്കുള്ള സമയമാണ്. ശ്യാമിലി ശശിധരനും ആസിഫ് മുഹമ്മദും സുജിത് തന്തനും ചേരും. നന്ദി സംഗീത. ഗുഡ് ഈവനിങ് പ്രേക്ഷകരെ. ഇപ്പോൾ ഇന്നത്തെ വോട്ടും കട്ടനും ചർച്ചയിൽ നമ്മൾ വിഷയമായിട്ട് എടുക്കുന്നത് ഇപ്പോൾ BJPയുടെ ഏതാണ്ട് അവരുടെ ഒരു സ്ഥാനാർത്ഥി നിർണയമൊക്കെ ഏതാണ്ട് പൂർത്തിയായി വരികയാണ്. അത് പ്രത്യേകിച്ചും പാലക്കാട് ഭാഗത്തൊക്കെ ഏതാണ്ട് പൂർണ്ണമായും പൂർത്തിയായി എന്നാണ് പറയുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും BJP ഒരു തെരഞ്ഞെടുപ്പ് ചർച്ചയാകുമ്പോൾ പ്രധാനമായി അവർ A ക്ലാസ് എന്ന് വിശേഷിപ്പിക്കുന്ന മണ്ഡലങ്ങളിലെങ്കിലും ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് ശോഭാ സുരേന്ദ്രൻ. ഇപ്പോൾ കേരളത്തിലെ തന്നെ 7 ജില്ലാ കമ്മിറ്റികൾ ശോഭാ സുരേന്ദ്രനെ അവരുടെ ജില്ലയിലെ ഒരു മണ്ഡലത്തിൽ അവർ A ക്ലാസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകണമെന്ന് ക്ഷണിച്ചു കഴിഞ്ഞു എന്നൊക്കെയാണ് വാർത്ത. ആവശ്യപ്പെടുന്നു എന്നാണ് വാർത്ത. ഇപ്പോൾ അടിത്തട്ടിലെ പ്രവർത്തകരുമായിട്ടുള്ള ബന്ധം, സംഘടനാ പരിചയം, പ്രസംഗശേഷി, അതേപോലെ മീഡിയ വിസിബിലിറ്റി, സമരപരിചയം, ഇതൊക്കെ കൊണ്ട് തന്നെ BJPയുടെ ഒരു സ്റ്റാർ ക്യാമ്പയിനറാണ്, ഒരു വോട്ടുണ്ടാക്കുന്ന യന്ത്രമാണ് കഴിഞ്ഞ കുറേ കാലമായി BJPയെ സംബന്ധിച്ച് ശോഭാ സുരേന്ദ്രൻ. അപ്പോൾ ഈ ശോഭാ സുരേന്ദ്രൻ എങ്ങനെയാണ് പാലക്കാടിനെ അവിടെ സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ മാറ്റിമറിക്കാൻ പോവുക? ഇനിയല്ല കഴക്കൂട്ടത്തോ മറ്റേതെങ്കിലും സ്ഥലത്തേക്കാണോ ശോഭാ സുരേന്ദ്രൻ വരുന്നത്? എന്തുകൊണ്ട് BJPയിൽ ശോഭാ സുരേന്ദ്രൻ ഒരു ക്രൗഡ് പുള്ളറായി മാറുന്നു, സ്റ്റാർ ക്യാമ്പയിനറായി മാറുന്നു? അവരുടെ ജില്ലാ ഘടകങ്ങൾക്കൊക്കെ അവരുടെ ജില്ലയിൽ മത്സരിപ്പിക്കാൻ നിരന്തരം ആവശ്യപ്പെടുന്ന, പല ജില്ലകൾ ആവശ്യപ്പെടുന്ന ഒരു സ്റ്റാർ കാൻഡിഡേറ്റായി ശോഭാ സുരേന്ദ്രൻ മാറുന്നു എന്നാണ് വോട്ടും കട്ടനും ഇന്ന് ചർച്ച ചെയ്യുന്നത്. ശ്യാമിലിയിൽ നിന്ന് അല്ലേ തുടങ്ങാം. സ്ത്രീ ആയതുകൊണ്ട് തന്നെ അതിലൊരു കാര്യം പറയാനുണ്ട്. ശരിക്കും അത് ശരിയാണ്. ഇത്ര ജനപ്രീതിയുള്ള BJPയിലെ ഒരു സ്ത്രീ നേതാവ് ഇതിനു മുൻപോ ഇതിന് ശേഷം ഇനി ഉണ്ടാവുമോ എന്നറിയില്ല. പക്ഷേ ഇത്ര കാലത്തിനിടയിൽ ശോഭയുടെ അത്ര ജനപ്രീതിയുള്ള ഒരു നേതാവ് BJPയിൽ മുൻപുണ്ടായിട്ടില്ല. ഇപ്പോഴവർക്ക് മാത്രമാണ് അതിനുള്ള അവകാശം. കാരണം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലാണെങ്കിലും പൊതുസമൂഹത്തിലാണെങ്കിലും BJP നേതാക്കൾക്കിടയിലും സമൂഹത്തിനിടയിലും സ്ത്രീകൾക്കിടയിലും ശോഭയ്ക്കുള്ള ഒരു അംഗീകാരം കൂടുതലാണ്. ആ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിലവിൽ ഞാൻ പറയുകയാണെങ്കിൽ ആദ്യ വരിയായി ഞാൻ വെക്കുക ശോഭയുടെ ശോഭ നിലവിൽ അവരുടെ പ്രവർത്തകർ തന്നെ അത്രയും അധികം തിരിച്ചറിയുന്ന ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നതെന്നാണ്. മുൻപ് അവർ ചില ഇതിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കുകയും പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഘട്ടമൊക്കെ ഉണ്ടായിട്ടുണ്ടോ. അവർക്ക് ചില തഴയലുകൾ അവർക്ക് അനുഭവപ്പെട്ട സമയം ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നാണ് ഇപ്പോൾ ഈ പറയുന്ന പോലെ 7 ജില്ലാ കമ്മിറ്റികളൊക്കെ അവരുടെ 10 മാസം വരെ കാലമുണ്ടായിരുന്നു. അതെ അതെ, ആ സമയത്താണ് ഇപ്പോൾ അവർ 7 ജില്ലാ കമ്മിറ്റികളടക്കം അവരെ അവരുടേതായ A ക്ലാസ് മണ്ഡലങ്ങളിലേക്ക് വേണം എന്നാവശ്യപ്പെടുന്നത്. ഇതിപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നിലവിൽ ഈ ഘട്ടത്തിൽ അവർ കാണുന്നത് ഈ പറയുന്ന പോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അവർ മത്സരിപ്പിച്ചപ്പോൾ അവർ കുത്തനെ വോട്ട് ശതമാനം ഉയർത്തി എന്നുള്ളതായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ നമുക്ക് ഏറ്റവും റീസെൻ്റായിട്ട് പ്രേക്ഷകർക്ക് തന്നെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവുന്നത് ആലപ്പുഴയിൽ മത്സരിച്ചപ്പോഴായിരിക്കും. കാരണം 11% അവർ അവിടെ വോട്ട് ഉയർത്തിയത്, അല്ലെ 28% അതിന് മുകളിലായിട്ട് അവർക്ക് വോട്ട് സമാഹരിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൽ തന്നെ പാലക്കാടിനെ തന്നെ BJP വിശേഷിപ്പിക്കുന്ന A ക്ലാസ് മണ്ഡലമായിട്ട് ഉയർത്തിയത് ശോഭയാണ്. ആദ്യഘട്ടത്തിൽ രണ്ടാമത് എനിക്കൊന്ന് BJP രണ്ടാമത് എത്തുന്ന മണ്ഡലം നിയമസഭാ മണ്ഡലമായിരിക്കും. അതുപോലെ ആറ്റിങ്ങിൽ മത്സരിച്ചപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അവർ അവിടെയും വോട്ട് ശതമാനം ഉയർത്തിയിരുന്നു. അതിൽ തന്നെ അതിൻ്റെ ഒരു കണക്കേ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. RDXന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്ത കൂട്ടത്തിൽ അതിൽ നിന്ന് എടുത്ത, അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ 2019 NDA നേടിയ വോട്ടുകളെക്കാൾ 1.11 ലക്ഷം വോട്ടുകളാണ് അധികമായിട്ട് നേടിയത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ 92,000 വോട്ടുകൾ എന്നത് 2.48 ലക്ഷമാക്കിയാണ് ഉയർത്തുന്നത്. ആ വ്യത്യാസം ആലോചിച്ച് നോക്കി. ലക്ഷത്തിന്റെ കണക്ക് പറയുമ്പോഴാണ് സുജിത്തെ, ലക്ഷം എന്ന് പറയുമ്പോൾ ഒരു പൊതുപരിപാടിക്ക് 1 ലക്ഷം ആളുകൾ വരിക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ ഒരു ഗ്രാവിറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. അപ്പോൾ അവരൊരു ക്രൗഡ് പുള്ളറാണ് ശരിക്കും BJPയിലെ, അല്ലേ? BJPയിൽ അല്ലേ ശോഭാ സുരേന്ദ്രനെ? തീർച്ചയായും ശോഭാ സുരേന്ദ്രൻ്റെ ഒരു കേസ് പറയുമ്പോൾ ശ്യാമര് പറഞ്ഞതാണ്. ശോഭാ സുരേന്ദ്രൻ BJPയിലെ 2 വിഭാഗമായിട്ട് നിന്നൊരു സമയമുണ്ടല്ലോ. K സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും ഡയറക്റ്റ് ഫൈറ്റ് നടന്നൊരു സമയമുണ്ടല്ലോ. ആ സമയത്ത് ശോഭാ സുരേന്ദ്രന് വേറെ സംസ്ഥാനത്തെ നേതാക്കളുടെ ഒന്നും പിന്തുണയില്ലാതെ പിടിച്ചു നിന്ന നേതാവാണെന്നാണ്. കോർ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയ സമയത്ത് ശോഭാ സുരേന്ദ്രൻ വാർത്താസമ്മേളനം നടത്തി പറഞ്ഞ എന്താണ്, ജനങ്ങളുടെ കോർ കമ്മിറ്റി എനിക്ക് സ്ഥാനമുണ്ട് എന്ന് ഒരു ഇതാണ് നടത്തി. അതുപോലെ തന്നെ കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകുമ്പോഴും തന്നെ തടയുന്നതിൻ്റെ കാരണം പറഞ്ഞ് അതിനകത്ത് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അതായത് BJPക്ക് പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ലാത്ത കാലത്ത് ഈ പാർട്ടിയിൽ പ്രവർത്തനം തുടങ്ങിയ ആളാണ് ശോഭാ സുരേന്ദ്രൻ. അതൊരു വാസ്തവമാണ്.
കാരണം ഈ പാർട്ടി ഒരു കാലത്തും ഇവിടെ ഇങ്ങനെ പച്ച പിടിച്ച് വരുമെന്നൊന്നും പ്രതീക്ഷയില്ലാത്ത കാലത്ത് BJPയുടെ മുഴുവൻ സമയ പ്രവർത്തകയായി ഇറങ്ങുന്നു. മഹിളാ എന്തായാലും പറയാ അവരുടെ വനിതാ വിഭാഗത്തിന്റെ പേര് അതെ അതെ അങ്ങനെ RSSന്റെ എല്ലാ തരത്തിലുമുള്ള സംഘടനാ സംവിധാനത്തിൽ കൂടെ കടന്നു വന്ന് BJPയുടെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. അങ്ങനെ അതിൻ്റെ മഹിളാ വിഭാഗത്തിൽ അവർ സംസ്ഥാന നേതാവായിരുന്ന സമയത്താണ് എല്ലാ ജില്ലയിലും കമ്മിറ്റി ഉണ്ടാക്കിയത്. അതായത് BJPയുടെ ആ സമയത്ത് BJPക്ക് പോലും എല്ലായിടത്തും കമ്മിറ്റികളില്ല. പക്ഷേ അവരുടെ വനിതാ വിഭാഗത്തിന് പല ജില്ലകളിലും മിക്ക സ്ഥലങ്ങളിലും കമ്മിറ്റി ഉണ്ടാക്കിയത് ശോഭാ സുരേന്ദ്രൻ്റെ കാലത്താണ്. അപ്പോൾ അങ്ങനെ വളർന്ന നേതാവായിരുന്നു. പക്ഷേ ആ സമയത്ത് തന്നെ ഒരു കാലത്ത് വിഭാഗീയതയുടെ എല്ലാ തരത്തിലുമുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരു എല്ലാ ഘട്ടത്തിലും ഒരുപക്ഷെ കേന്ദ്ര നേതൃത്വമായിട്ട് ശോഭാ സുരേന്ദ്രനുള്ള ഈ വളരെ അടുത്ത ഈ ഒരു ബന്ധം കാരണമാണ് സംസ്ഥാന നേതാക്കളിൽ അത് ഒരേ സമയം കെ സുരേന്ദ്രനും വി മുരളീധരനും എതിർത്ത് നിന്ന സമയം. നമുക്കറിയാം കഴക്കൂട്ടത്തേക്ക് എങ്ങനെയാണ് വരുന്നത്. കഴക്കൂട്ടം ഭയങ്കര ഒരു ട്വിസ്റ്റ് ആയിരുന്നല്ലോ. കഴക്കൂട്ടത്തേക്ക് അത് എൻ്റെ മണ്ഡലമാണ് എന്ന് വി മുരളീധരൻ നിരന്തരം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് പോലും വരുന്നു. പിന്നെ ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് വി മുരളീധരനായി മാറുന്നു. അങ്ങനെ കേന്ദ്ര നേതൃത്വത്തിൽ അവർക്ക് വലിയ പിടുത്തമുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് എന്നല്ല, വിഭാഗീയതയുടെ സമയത്ത് അവർ ഒരു വിഭാഗീയതയുടെ ഭാഗത്ത് നിന്നുകൊണ്ടും ശക്തമായി പോരാടിയ നേതാവാണ്. കാരണം ശ്യാമിലി ഇപ്പോൾ പറഞ്ഞ പോലെ ഈ 10 മാസം വിട്ടു നിന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് ഓർമ്മയുണ്ടോ, നേരെ പോയി അമിത്ഷായെ കാണുകയാണ്. അമിത്ഷായെ കണ്ടിട്ടാണ് ഒരു ഉറപ്പ് വാങ്ങി തിരിച്ചു വരുന്നു എന്നൊക്കെയാണ് വാർത്തകൾ വന്നത്. അതായത് ഈ കേന്ദ്ര സമിതിയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ഉപാധ്യക്ഷനിൽ നിന്ന് ജനറൽ സെക്രട്ടറിയിൽ നിന്ന് മാറ്റി സംസ്ഥാന ഉപാധ്യക്ഷനാക്കിയതൊരു ഡൗൺ ഗ്രേഡിംഗ് ആണെന്ന് അവർക്ക് പരാതി ഉണ്ടായിരുന്നു. നിരന്തരം 8-10 മാസത്തോളം പങ്കെടുക്കാതിരുന്നു. അതിനുശേഷം കുറഞ്ഞ സമയത്തിനുള്ളിൽ തിരിച്ചു വന്നിട്ട് ഇവരെയൊക്കെ മീതെയുള്ള നേതാവായിട്ട് അവർക്ക് മാറാനും പറ്റി അല്ലേ? അവരൊരു എല്ലാ കാലത്തും അവരൊരു വിശ്വസ്ത ശബ്ദമായിരുന്നു സത്യത്തിൽ. ഈ പറയുന്ന പോലെ ഏറ്റവും കൂടുതൽ ജില്ലാ കമ്മിറ്റി പോലും ഇല്ലായിരിക്കുന്ന സമയത്ത് അവർക്ക് എല്ലായിടത്തും മഹിളാ കമ്മിറ്റികൾ അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അതെ അതെ, അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അവർക്ക് സ്ത്രീകൾക്കിടയിൽ അത്രയധികം അക്സെപ്റ്റൻസ് ഉണ്ട്. അവർക്ക് ഏറ്റവും അധികം ഇപ്പോൾ ട്രോൾ ചെയ്യപ്പെടുന്ന ഗ്യാസിന്റെ വില കൂടുമ്പോൾ ഒരു വീഡിയോ വീട്ടമ്മ ഇതിനുള്ള അടുക്കളയിൽ അവരെപ്പോഴും ഈ പറയുന്ന സ്ത്രീകളുടെ ശബ്ദവും അവർക്ക് അതിൽ അതിന്റെ ഭാഗമായിട്ട് അവരെപ്പോഴും LPGക്ക് ഭയങ്കരമായിട്ട് വില കൂടുന്ന സമയത്തെ അത് ട്രോൾ ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ പോസിറ്റീവ് അത് LPG വില പരമാവധി കൂടുന്നത് സ്ത്രീകൾക്ക് സന്തോഷമാണ്. കാരണം എല്ലാവർക്കും LPG എത്താൻ വേണ്ടി ജനോപകാര പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് മോദിജി വില കൂട്ടുന്നതാണ്. വീട്ടമ്മമാർക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അന്ന് പഴയ വീഡിയോ വെച്ച് പക്ഷെ ഞാൻ അപ്പോഴും പറയുന്നത് അവര് അങ്ങനെ വേണ്ടി സംസാരിച്ചിരുന്നു. പിന്നെ സ്ത്രീകൾക്ക് കാലാകാലങ്ങളായി വേണ്ട ചില മൂല്യങ്ങൾ എന്നൊക്കെ വിചാരിച്ചിട്ട് ആ മൂല്യത്തിൽ അധിഷ്ഠിതം പിന്നെ ഈ പറയുന്ന പോലെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി മോദിയൊക്കെ അപ്രോച്ച് ചെയ്യുന്ന ഒരു സ്ത്രീ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതൊക്കെ അവരിവിടെ അവലംബിക്കാൻ ശ്രമിക്കാറുണ്ടെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ അവർ പറയുന്ന ചില കോൺഗ്രസ് മുക്ത ഭാരതം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഭാരതം എന്നൊക്കെ അടിക്കടി പറയുക. അപ്പോൾ ആളുകൾക്കിടയിൽ അത് തന്നെ വീണ്ടും രജിസ്റ്റർ ചെയ്യിപ്പിക്കുക. അവരെ കേൾക്കാൻ ആളുകളുണ്ട്. ഈ പറയുന്ന പോലെ ഒറേറ്ററാണ് അവർ. പിന്നെ ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന നിലയ്ക്ക് ഉദാഹരണം മോദി തൃശ്ശൂർ വന്ന വലിയൊരു മഹിളാ സമ്മേളനം ഉണ്ടായിരുന്നല്ലോ. അന്ന് ഞാനന്ന് റിപ്പോർട്ട് ചെയ്യാനുണ്ട് ആ സമ്മേളനം. അന്ന് സുരേഷ് ഗോപിയുടെ പേര് പറയുമ്പോൾ കൈയടിയുണ്ട്. പക്ഷേ അവിടെ ശോഭാ സുരേന്ദ്രൻ്റെ പേര് മോദിയുടെ വായിന്ന് വരുമ്പോൾ അവിടെ ഇളകി മറിയുകയാണ്. കാരണം അത്രത്തോളം അടിത്തറയുണ്ട് ഈ വനിതകൾക്കിടയിൽ. പ്രത്യേകിച്ചും അന്ന് നമ്മളൊരു സൗണ്ട് വരുമ്പോൾ അറിയില്ല, ഒരു ക്രൗഡ് ഇപ്പോൾ വിജയുടെ പേരൊക്കെ പറയുമ്പോൾ എങ്ങനെ അങ്ങനെ ഒരു സാധനം മറ്റേ നമ്മുടെ റീലുകളിൽ കിടന്ന് കാണാം. അത് BJP ഇപ്പോൾ ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക ടെറൈനിലോ ജില്ലയിലോ മാത്രം ഫാൻ ബേസ് ഉണ്ടോ? ഇവരങ്ങനെയല്ല. എവിടെ പോയി കാലഘട്ടം വരെ തൃശ്ശൂരിന് വടക്കോട്ടുള്ള ഒട്ടുമിക്ക ജില്ലകളിലും മത്സരിച്ചു. അതിനുശേഷം തെക്കോട്ട് മത്സരിച്ചു. ഇപ്പോൾ കഴക്കൂട്ടത്തും അവരെ മത്സരിപ്പിക്കാം. നിയമം കാസർഗോഡും മത്സരിപ്പിക്കാം. സ്വാഭാവികമായിട്ട് ഈ സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുന്ന ആളുകൾ അവരുടെ പ്രസംഗങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് അവർ സാമുദായിക ഐക്യമില്ലാത്ത രീതിയിൽ വലിയ രീതിയിൽ വർഗീയ ഉദ്ദേശം വളർത്തുന്ന രീതിയിൽ പ്രസംഗം അങ്ങനെയാണ് നമ്മൾ കുറേ ആൾക്കാരെ കണ്ടിട്ട്. അതിലും ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു എന്താണ് നേർമയുള്ളയാൾ അല്ലെങ്കിൽ അതിനൊരു താഴ്ത്തി പറയുന്നയാൾ എന്ന രീതിയിൽ തമ്മിൽ അങ്ങനൊരു ചർച്ച കൂടി ശോഭയുടെ അതേ സമയത്ത് തന്നെ ഇപ്പോൾ
തന്തയ്ക്ക് പിറക്കണം എന്നൊക്കെയുള്ള വാക്കുകൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്ന ഒരു നേതാവാണ്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതേ ഇപ്പോൾ ഓർമ്മയില്ലേ, കോടിയേരി മരിച്ച സമയത്ത് സനാതന ധർമ്മത്തെ പുച്ഛിച്ച ആളാണ് കോടിയേരി, അതുകൊണ്ട് അദ്ദേഹം വേദന അനുഭവിച്ച് മരിച്ചു എന്നൊക്കെ പറയുന്ന പോലത്തെ പരാമർശങ്ങൾ നമുക്ക് യോജിക്കാൻ പറ്റാത്ത ധാരാളം കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ BJPയുടെ പരമ്പരാഗത കൺസർവേറ്റീവ് എന്ന് നമ്മളൊക്കെ കരുതുന്ന ഒരു വിഭാഗം ഒരു വോട്ട് ബാങ്കിനെ ആകർഷിക്കുക എല്ലാ തരത്തിലുള്ള ഘടകങ്ങളും അവരുടെ പ്രസംഗത്തിലും ശൈലിയിലും രാഷ്ട്രീയത്തിലും ഒക്കെ ഉണ്ട് അല്ലേ? ഉണ്ട്. മാത്രമല്ല പലതും എനിക്ക് തോന്നുന്നു ശോഭയുടെ മാത്രം വോട്ടായി മാറുന്നുണ്ട്. അവിടുന്ന് ശോഭ മാറി മത്സരിക്കുമ്പോൾ ആ വോട്ട് ശതമാനം ഇടിയുന്ന കാഴ്ചയെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഫാൻ ബേസ് ഉള്ള ഒരു BJP ലീഡറാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഞാൻ ആലോചിക്കുന്നു, ഈ സുരേന്ദ്രനെതിരെ നിരന്തരം പ്രധാനമന്ത്രിക്കടക്കം കത്തയച്ച് തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്ന്, അങ്ങനെ പരസ്യമായുള്ള പോരാട്ടവും തന്നെ ഇല്ലാതാക്കാൻ കെൽപ്പുള്ള ഒരു നേതാവും കേരളത്തിൽ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണസ്പർശം ഒന്നും കൃഷ്ണസ്പർശം വലിയ നേതാവ് എന്ന് പറഞ്ഞിട്ട് ഉയർത്തിക്കാട്ട ചില നേതാക്കളെങ്കിലും പൊതുസമൂഹത്തിന് മുന്നിൽ ഇന്നയാൾ എന്ന് പറയുമ്പോൾ ഇതാര് എന്നെങ്കിലും ചിലപ്പോൾ ചില ആളുകളെങ്കിലും ആലോചിക്കും. അങ്ങനെ ഒരു മുഖവുരയും വേണ്ടാത്ത, പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമില്ലാത്ത, ഇപ്പോൾ ഈ പറയുന്ന പോലെ പിണറായി VD സതീശൻ എന്ന് പറഞ്ഞിട്ട് ഒക്കെ പറയുന്ന പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെയും കോൺഗ്രസിലെയും ഞാൻ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുന്നത് നമ്മൾക്ക് മറ്റൊരു മുഖവുരയോ കാര്യങ്ങളോ വേണ്ടാത്ത നിലയിലേക്ക്, ആ നിരയിലേക്ക് BJPയിൽ നിന്ന് ഉയർത്താവുന്ന ശ്രീലേഖ വന്നിട്ട് നിരന്തരം പരാജയപ്പെട്ടു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെയാണ് വർഷങ്ങളായിട്ട് അല്ലേ പിന്നെ ശോഭ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ ശോഭയ്ക്ക് ഇപ്പോൾ ശൈലജ ടീച്ചറോ അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും BJPയിൽ ശോഭയ്ക്ക് തുല്യരായിട്ട് സമശീർഷരായിട്ട് മറ്റൊരു വനിതാമുഖം ആദ്യം ശ്യാമിലി പറഞ്ഞ പോലെ നിലവിൽ ഇല്ല, മറ്റാരും ഇല്ല എന്നുള്ളതാണ്. എനിക്കൊന്നും BJPക്ക് അപ്പുറത്തേക്ക് ഇപ്പോൾ കോൺഗ്രസിലെ തന്നെ നമ്മളൊരു കുറച്ച് വനിതാ നേതാക്കളുടെ ഫോട്ടോയും ശോഭയുടെ ഫോട്ടോയും കാണിച്ച് നമ്മൾ മറ്റേ അങ്ങനത്തെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ സോഷ്യൽ മീഡിയയിലൊക്കെ, അതിൽ തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ അരൂര് വല്ലതും വന്ന് മത്സരിക്കുകയാണെങ്കിൽ അരൂര് BDJസിന്റെ അരൂരും കായംകുളവും അതെ. ഇവിടെ ആലപ്പുഴയിൽ 3 സീറ്റിലാണ് പറയുന്നത്. ആലപ്പുഴ രണ്ട് നിയമസഭാ മണ്ഡലത്തിൽ അവർ ടോപ്പായിരുന്നു. ഹരിപ്പാടും അല്ല, ഈ 3 മണ്ഡലത്തിൽ അവരുടെ പേര് ഒന്നാമത്തെ ഗ്രേഡ് കൊടുത്തിട്ടുണ്ട്. ഹരിപ്പാടും കായംകുളവും അല്ലേ ഇനി ഒരുപക്ഷെ ഹരിപ്പാട് വല്ലതും ആണ് അല്ല കായംകുളത്ത് വല്ലതും ആണ് വരുന്നതെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് സീറ്റ് കൊടുത്തിട്ടുണ്ട്, മഞ്ചേശ്വരത്ത് 2ാമത്തെ പേരായിട്ട് കൊടുത്തിട്ടുണ്ട്, തൃശ്ശൂർ കൊടുത്തിട്ടുണ്ട്, പാലക്കാട് 1ാം പേരായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പാലക്കാട് ഏതാണ്ട് ഉറക്കുമെന്ന് തോന്നുന്നു. പാലക്കാട് ഏതാണ്ട് ഉറക്കുമെന്നാണ് തോന്നുന്നത്. കാരണം BDJസിന് കൂടുതൽ സീറ്റ് കൊടുക്കാനാണ് ഇത്തവണ തീരുമാനം. അപ്പോൾ എന്തായാലും അവരുടെ കയ്യിലുള്ള സീറ്റുകൾ വലിക്കാനുള്ള സാധ്യത പാലക്കാട് മത്സരിക്കുമ്പോൾ മെച്ചെന്ന് പറഞ്ഞാൽ പാലക്കാട് ഓൾറെഡി വലിയ വിഭാഗീയതയാണല്ലോ, 2 ഗ്രൂപ്പാണല്ലോ. ആ 2 ഗ്രൂപ്പുകാരെയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നേതാവ് എന്ന രീതിയിൽ കൂടെ കൂട്ടത്തിനെതിരായിട്ടുള്ള വലിയ വികാരം അവിടെ നിൽക്കുന്നുണ്ട്. ഒരു സ്ത്രീ ഫേസ് അങ്ങോട്ട് ഒരു എക്സ്ട്രാ അല്ലേ, അതിനും ഒരു എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഇപ്പോൾ പാലക്കാട് BJP കോൺഗ്രസ് പോരാട്ടം എന്ന രീതിയിൽ തന്നെ ആയല്ലോ. എത്ര സ്ഥാനാർത്ഥി ഇറക്കിയാലും ആ രീതിയിലാണ് ഇപ്പോൾ നിലവിൽ ആ പോരാട്ടം പോകുന്നത്. ആ ഒരു പോരാട്ടത്തിൽ ഒരു ഘട്ടത്തിൽ അവിടെ 2ാമത് BJP എത്തിച്ച ആളെന്ന നിലയിൽ BJPയിലെ പടലപ്പിണക്കങ്ങൾ മറികടന്ന് എല്ലാവരും ഒരുമിച്ച് നിർത്താൻ കഴിയുന്ന ഒരു കാൻഡിഡേറ്റ് എന്ന നിലയിലൊക്കെ ശോഭയ്ക്ക് വലിയ, എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇപ്പോൾ ശോഭയ്ക്ക് ഏറ്റവും സേഫായിട്ട് അല്ലെങ്കിൽ ഏറ്റവും സ്വാധീനമുള്ള മണ്ഡലം ഒരുപക്ഷെ പാലക്കാടായിരിക്കും തോന്നുന്നു. പക്ഷേ എവിടെ മത്സരിച്ചാലും അവരവരുടെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കും. അത് പുറകോട്ട് പോയൊരു ചരിത്രമില്ല. ചുരുക്കത്തിൽ പറഞ്ഞിങ്ങനെ വരുമ്പോൾ നമ്മളെല്ലാവരും ഏതാണ്ട് ഒരു വർഷത്തേക്ക് തന്നെയാണ് വരുന്നത് അല്ലേ? അതുകൊണ്ട് എന്തുകൊണ്ടാണ് പിടിവലി, ശോഭയ്ക്കായി പിടിവലി എന്നതിൽ വലിയ തർക്കമൊന്നും ഞാൻ കാണുന്നില്ല. അല്ല, ശോഭയ്ക്ക് പിടിവലിയുടെ കാരണം അത് തന്നെയാണ്. അല്ലാതെ സ്വാഭാവികമായിട്ട് അവരുടെ ജില്ലയിലെ ഒരു സേഫ് ആയിട്ടുള്ള ഒരു സീറ്റിൽ A ക്ലാസ് മണ്ഡലത്തിലേക്ക് വരണമെന്ന് അവരെല്ലാവരും ആഗ്രഹിക്കുന്നതിന് കാരണം ശോഭ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ക്രൗഡ് പുള്ളിംഗ് ആയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടല്ലോ. അവരുടെ പ്രസംഗം കേൾക്കാൻ ആൾക്കാർ ഇടിച്ചു കുത്തി വരുന്ന ഒരു സംവിധാനം, അതൊക്കെ ഒരു നിർണായകമായ ഘടകം തന്നെയാണ്. വിജയിക്കുമോ തോൽക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയണം. കാരണം BJP വിജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകളിലൊക്കെ അവസാന ഘട്ടത്തിൽ പല രീതിയിൽ ഒന്ന് മാറ്റി ചിന്തിച്ച് നോക്കി, ഒരുപക്ഷെ ശോഭ മറ്റൊരു രാഷ്ട്രീയ കക്ഷിയിലായിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ ചില ആലോചനകൾ നടക്കുന്നതായിട്ടുള്ള ചില, കാരണം ഒരു ഘട്ടത്തിൽ ഒരു നിവൃത്തിയുമില്ലാത്ത ഘട്ടം ശോഭയെ സംബന്ധിച്ച് BJPയിൽ ഉണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാൽ കാരണം കരയാതെ കരഞ്ഞ ശോഭയുടെ എത്ര പത്രസമ്മേളനങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ നടന്നിട്ടുണ്ട്. കാരണം നിരന്തരം തൃശ്ശൂരിൽ ശോഭ നിരന്തരം ചോദിക്കുന്ന ഓർമ്മയില്ലേ, ശോഭയോട് ഇന്ന് ചോദിക്കുന്നു പാർട്ടിയിൽ സജീവമാണ്, ഞാൻ പാർട്ടിയിലുണ്ടല്ലോ, സുരേന്ദ്രനോട് ചോദിക്കുന്നു, അത് അവരോട് ചോദിക്കണം. അങ്ങനെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ ശോഭാ സുരേന്ദ്രനെ നിരന്തരം സുരേന്ദ്രൻ വേറൊരു തരത്തിൽ അടച്ചാക്ഷേപിച്ചുകൊണ്ട് തന്നെ ഇരുന്നൊരു ഘട്ടത്തിൽ, ആ ഘട്ടത്തിലാണ് ആ ഡയലോഗ് തന്നെ ഊരുവിലക്കാൻ നട്ടുള്ള ഒരു നേതാവും കേരളത്തിൽ ഇല്ല എന്നൊരു ഘട്ടത്തിൽ അങ്ങ് ശോഭ പറഞ്ഞു പോകുന്നത് ആ ഒരു ഘട്ടത്തിലാണ്. കാരണം ഒരു തരത്തിലും പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല, കോർ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുന്നു, മറ്റ് സ്ഥാനങ്ങളിലേക്ക് വരുന്നില്ല, അവർ ചോദിക്കുന്ന സീറ്റ് കൊടുക്കാതെ ഇവർക്ക് താല്പര്യമുള്ള സീറ്റ് കൊണ്ട് മത്സരിപ്പിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ തവണ പോലും വയനാട് കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും
കൊണ്ട് വയനാട് ഇടാൻ വേണ്ടി നോക്കിയായിരുന്നു. കാരണം പ്രിയങ്ക ഗാന്ധിക്കെതിരെ ഒരു അന്ന് സുരേന്ദ്രൻ പക്ഷം പറഞ്ഞൊരു കാര്യം എന്താ, പ്രിയങ്ക ഗാന്ധിക്കെതിരെ പ്രധാനപ്പെട്ട നേതാവ് മത്സരിക്കട്ടെ ഒതുക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ പോലും പറഞ്ഞ് പരമാവധി ഒതുക്കാൻ ശ്രമിച്ചത്. കാരണം BJP അത്രയും വിഭാഗീയത ശക്തമായിരുന്ന കാലത്ത് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഇപ്പം ഗംഭീരമായി തിരിച്ചു വരാൻ കഴിഞ്ഞു എന്നുള്ളതും അവരുടെ ഒരു കഠിനാധ്വാനം കൊണ്ട് തന്നെയാണ്. കാരണം ആ ഒരു ഘട്ടത്തിൽ അവർ പിന്നോട്ട് പോയിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പോലെ BJP ഒരു സ്ഥാനത്തേക്ക് കിട്ടില്ല. സംസ്ഥാന പ്രസിഡന്റ് ആകണമെന്ന് അവർ ആഗ്രഹമുണ്ടെന്ന് അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ പറഞ്ഞ കാര്യം അതിന് യോഗ്യതയില്ലാത്ത ആളല്ല താൻ. കാരണം പാർട്ടി ഒന്നുമില്ലാതിരുന്ന കാലത്തിൽ വന്നയാളാണ്. അതിന് യോഗ്യതയുണ്ട്, അത് അവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് തുറന്നു പറഞ്ഞ ആളാണ്. സ്വാഭാവികമായിട്ടും നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ എന്താവും നമുക്കറിയില്ല. പക്ഷേ BJPക്കുള്ളിൽ തന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായി വരണമെന്ന് ഓരോ ജില്ലാ കമ്മിറ്റിക്കും ആഗ്രഹമുള്ള നേതാവ് തന്നെയായി. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഇപ്പോൾ BJPയുടെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പരിസരവും നിലവിലെ രാഷ്ട്രീയ കാലാവസ്ഥയും വെച്ച് നോക്കുകയാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പാണ്. അത് ഏത് ജില്ലയിൽ ഏത് മണ്ഡലത്തിൽ ആണെന്നുള്ള കാര്യത്തിൽ മാത്രമേ ഇപ്പോൾ സംശയമുള്ളത്. ഏറെക്കുറെ പാലക്കാടാണെന്നുള്ള രീതിയിലേക്ക് ഊഹാപോഹങ്ങൾക്കപ്പുറം ഏതാണ്ട് സ്ഥിരതയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ ഒരു സ്ഥാനാർത്ഥിയെ, ഒരു വനിതാ സ്ഥാനാർത്ഥിയെ ഒന്നിലേറെ ജില്ലകളിൽ ഒന്നിലേറെ മണ്ഡലങ്ങളിൽ ഒന്നാം പേരുകാരിയായിട്ടൊക്കെ പരിഗണിക്കുന്ന ഒരു അവസ്ഥ കേരളത്തിൽ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രന് മാത്രമേ ഉള്ളൂ. അതെങ്ങനെ അതിൻ്റെ ഇലക്ട്രൽ ടേൺ ഔട്ട്, അതിൻ്റെ റിസൾട്ട് എങ്ങനെ വരുമെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. അടുത്തത് ക്രിക്കറ്റ് അല്ലേ, സ്പോർട്സ് ലോക 2026.